ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു വേൾഡ് ഓഫ് ആർ ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് അല്ല കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. 2025 ലാസ്റ്റ് മുതൽ നമ്മുടെ ഇപ്പാക്ക് സുഖമില്ലാതെ അങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൂടി തന്നെ ആയിരുന്നു കേട്ടോ. ഞാനത് ഷോർട്സായിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഉപ്പാക്ക് സ്ട്രോക്ക് വന്നു. അപ്പം നമുക്ക് ആ ടൈമിൽ വീഡിയോ എടുക്കലും അതൊന്നും നമുക്ക് വലിയ ഇതില്ലല്ലോ, മനസ്സിന് വലിയ സുഖമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസ് ഇടാനൊന്നും അങ്ങനെ പോകില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നുമല്ല വലുത്, എങ്ങനെയും ഈ അസുഖങ്ങളൊക്കെ മാറി അവരൊക്കെ ഒന്ന് സുഖമായിട്ട് ഇരിക്കട്ടെ എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലും കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു. എനിക്കൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഡെയിലി വീഡിയോസൊക്കെ അങ്ങനെ ഇടും, പിന്നെ ചിലപ്പോൾ ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഒരു മോർണിംഗിലാണ് കേട്ടോ. ഞാൻ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ മക്കൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പാലൊക്കെ തിളപ്പിച്ചിട്ട് വേഗം ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അതവിടെ കിടന്ന് ചൂടാറിക്കോളുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത് പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ തേങ്ങ ചിരവില്ലാത്തത് കൊണ്ട് ഈ പണിയാണ് ഇപ്പോൾ ചെയ്യൽ കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയും, പക്ഷേ പൂളാൻ എളുപ്പമുള്ളവർക്ക് സംഭവം നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് അങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പം നമുക്ക് പുട്ടക്കുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതാ ഇതിലാണ് ഞാൻ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാരണം എന്താ, നമ്മുടെ പുട്ടും കുറ്റി ഓട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടും കുറ്റി പുതിയത് വാങ്ങിയിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതേപോലത്തെ സ്റ്റീമറിലാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തേങ്ങ ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതിൽ ഒരു ഉണങ്ങിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിലും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കലൊക്കെ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പാത്രമൊക്കെ സ്റ്റീമറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പത്തിന് നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിതാ സ്റ്റീമറിൽ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുട്ട് മാവ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പീടിയിൽ നിന്ന് വാങ്ങിയ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കൽ. പുട്ടുപൊടി കടയത്തെ പുട്ടുപൊടി സ്വന്തമാണെങ്കിൽ വേറെ ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഡെയിലി നമുക്ക് പുട്ടുപൊടിയൊന്നും പൈസ കൊടുത്ത് വാങ്ങൽ നടക്കൂലല്ലേ. അപ്പം നമ്മൾ കുറച്ചൊക്കെ ആ ഒരു ടേസ്റ്റിക്ക് വരും ചെയ്യും, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുട്ട് കിട്ടും ചെയ്യും. അതൊക്കെ വിചാരിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ട്രിക്കുകൾ ചെയ്യൽ. അങ്ങനെ ദാ ഫുള്ള് ഞാൻ തേങ്ങയും പിന്നെ മാവും ഒക്കെ ലെയറാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി അതവിടെ കടന്ന് തിളച്ച് ആവിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് റെഡിയാവും ചെയ്യും കേട്ടോ. കുറച്ച് നേരം അങ്ങനെ തിളപ്പിച്ചാൽ മതി. വളരെ സിമ്പിളാണ് കേട്ടോ. പുട്ടിൻ്റെ നമ്മൾ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പില്ലാന്നേ ഉള്ളൂ. പുട്ടിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കഴുകി വെക്കണുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ രാവിലെ തന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഇടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം അതിൽ അലക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം കൊട്ടയ്ക്കൊക്കെ മാറ്റുകയാണ്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് വേഗം അടുത്തത് അലക്കാൻ ഇട്ടുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ ഇങ്ങനത്തെ ലിക്വിഡാണ് കേട്ടോ, റിൻസിൻ്റെ ലിക്വിഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വേഗം ഓണാക്കിയിട്ട് അപ്പോൾ ഓല പണിയും ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ മൂലക്ക് ഇരുന്നോളുമല്ലോ നമുക്ക്. അപ്പോൾ വേറെ പണി നോക്കിയിട്ട് അങ്ങനെ നിൽക്കും ചെയ്യുക. അത് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം നമ്മുടെ പുട്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കി. പുട്ടൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വേഗം ഒരു പാത്രത്തിലിട്ടിട്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആർക്കും കൊടുക്കാതെ മക്കൾ മദ്രസക്ക് പോയതാണ്. പിന്നെ ഉപ്പ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം
അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം ചൂടോടെ കുറച്ച് പുട്ടും കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ബൂബ് വാതിൽക്ക തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾക്ക് കോഴിക്കാൽ ഇങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെക്കും. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ അലക്കിയത് തോരയിടുന്നുണ്ട്. അതിൻ്റെ അടിയിൽ മുറ്റടിച്ചു വാരലും കഴിഞ്ഞ് ഇനിയിപ്പോൾ ബൂബുവിനെ ഒന്ന് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബൂബുവിനെ എടുത്ത പിന്നെ എന്താണെന്നോ, ബൂബു നഖമൊന്ന് നീട്ടേ നമ്മളെ മാന്ത ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല രസമാണ് ഓനെ എടുത്തിട്ട്. ഓളല്ല കേട്ടോ, ഓനാണേ. അപ്പോൾ ഓനെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. നല്ല പിന്നെ നമ്മളെ കുട്ടികളെ എടുക്കണ മാതിരി ഇങ്ങനെ കടന്നു തരും. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിപ്പിച്ചു. പിന്നെ വേഗം സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചീനാപ്പറങ്കി മുളക് കുറച്ച് ചുവന്നൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അധികമൊന്നും അടുക്കളത്തോട്ടമൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഇതേപോലെ 2 വിധം മുളകുണ്ട്. അപ്പോൾ അത് മൂത്തതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓലയടി കൂടി നമുക്കൊരു റോസ് പൂവിൻ്റെ ഒരു ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ വെട്ടിക്കളയലുമില്ല, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കും. പിന്നെ അതിങ്ങനെ പൊന്തി വരും, പൂവിടും, അങ്ങനെ അതൊരു രസമാണല്ലോ അല്ലേ. ഇത് ഞങ്ങൾ കറിവേപ്പിലേൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാലത്ത് നല്ല ഉഷാറായിട്ട് നമുക്ക് കുറേ ഇലകളും നല്ല ഇലകളൊക്കെ ഉണ്ടാവും. വേനലായിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇലയൊക്കെ ശോഷിച്ചൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ ലൂമി ഉണ്ട് കേട്ടോ. ലൂമിനെ ഞാൻ വല്ലാതെ എടുക്കില്ല, കാരണം ഏത് നേരവും നികന്നിട്ടിട്ടാണ്. പക്ഷെ ആൾക്ക് നല്ല സ്നേഹമാണ്. അപ്പോൾ മിലു ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിലുവിൻ്റെ വണ്ടി എടുത്തിട്ട് ഓളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഗിയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആക്സിലേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്ക് വല്ലാതെ ഒന്നും അത് കൊടുക്കലില്ല. അപ്പോൾ ഇങ്ങനെ ചവിട്ടി നോക്കുകയാണ് കേട്ടോ, ബാലൻസൊക്കെ കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ അകത്തൊക്കെ കയറിയിട്ടുണ്ട്. കൈയൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകുകയാണ്. നമ്മളെ ബൂബൂനൊക്കെ എടുത്തതല്ലേ, പുറത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നതല്ലേ. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പാക്ക് ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും പുട്ട് മാത്രം തിന്ന് കേട്ടോ. അപ്പോൾ ചെറിയ പഴം ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടും. അപ്പോൾ അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പം അങ്ങനെയൊക്കെ അങ്ങനെ വാരി തിന്നിട്ടുണ്ട്. അപ്പോൾ സിലു ഒക്കെ തന്നെയാണ് കേട്ടോ. കറി ഇല്ലെങ്കിൽ വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല പുട്ട് തിന്നാൻ. അപ്പോൾ ലേശം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വേണോ വേണ്ടേന്നും കരുതി എടുത്തിട്ട് അങ്ങനെ പോയി അങ്ങനെ ചായ കുടിക്കുകയാണ്. ഇനി ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക്